Hello friends, welcome back to my YouTube channel Tasty Kitchen. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പിസ്സയാണ്. നേരത്തെ ഞാൻ പിസ്സ ചെയ്തിട്ടുണ്ട്, ചിക്കൻ പിസ്സ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പനീർ പിസ്സയാണ്. അപ്പോൾ പനീർ പിസ്സ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പിസ്സയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇൻബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. പിസ്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 1 അവർ നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരായിരിക്കണം, അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈരായിരിക്കണം. പിന്നെ ഇവിടെ കുറച്ച് റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, കസൂരി മേത്തി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ചെറിയ പീസ് നാരങ്ങ, ഉപ്പ്. ഇത്രയാണ് നമുക്ക് നമ്മുടെ പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാല. നമുക്ക് ആദ്യം 1 സ്പൂണ് തൈര് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/4 സ്പൂണ് മുളക് പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, 1/4 സ്പൂണ്, 1/4 സ്പൂണ് ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കസൂരി മെത്തി എടുത്തിട്ടുണ്ട്, നമുക്ക് അതുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കസൂരി മെത്തിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പനീർ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, ഇതെല്ലാം നമുക്ക് ഈ പേസ്റ്റിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഒരു 1 അവർ നമുക്കിത് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ പനീറും വെജിറ്റബിൾസും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 1 അവർ വെക്കണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഒരു 1 അവർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ളത്. നമുക്കിതിലേക്ക് 1 സ്പൂണ് ഒലിവ് ഓയിൽ കൂടി ചേർക്കണം. 1 സ്പൂണ് ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കാം. നമ്മുടെ പനീർ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് പിസ്സ ബേസാണ്. പിസ്സ ബേസ് ഞാൻ തയ്യാറാക്കുന്ന നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിസ്സ ബേസ് ഇവിടെ നല്ല പോലെ പുളിച്ച് പൊങ്ങി റെഡി ആയിരിപ്പുണ്ട്. ഇനി നമുക്ക് ആവശ്യം
നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീറാണ്. പിന്നെ പിസ്സ സോസ്, ഒലിവ് ഓയിൽ, ചീസ് സ്ലൈസ്, പിന്നെ ഞാനിവിടെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒറിഗാനോ ആണ്. ഒറിഗാനോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഇത് പിസ്സ സോസ് ചെയ്യുന്നതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എങ്ങനെ പിസ്സ റെഡിയാക്കുന്നതെന്ന് നോക്കാം. പിസ്സ റെഡിയാക്കാനായിട്ട് നമുക്ക് പിസ്സ പാനിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കണം. നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ നല്ലപോലെ ഒന്ന് തടവി കൊടുക്കണം. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പിസ്സ ബേസ് വെച്ച് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പിസ്സ ബേസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പിസ്സ ബേസാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പിസ്സ ബേസ് പാനിൽ ഒലിവ് ഓയിൽ തേച്ച് പിസ്സ ബേസിൻ്റെ മാവിൽ വെച്ചിട്ട് പുറമേ ഒന്ന് ഒലിവ് ഓയിൽ തടവി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതിലേക്ക് നമ്മൾ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഓവനിൽ വയ്ക്കുമ്പോൾ ഇത് പൊങ്ങി വരും. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പിസ്സ സോസൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക നമുക്ക്. എന്നിട്ട് ഇതിലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. പിസ്സ സോസ് ഞാൻ ഇതിനകത്ത് ഒറിഗാനോയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടവും എത്തത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിസ്സ സോസ് നമ്മുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക പോലെ നമ്മളിതുപോലെ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ നമുക്ക് വെച്ച് കൊടുക്കാം. 1 മണിക്കൂറായി നമ്മൾ പനീർ റെഡിയാക്കി വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചീസ് സ്ലൈസാണ് വെക്കുന്നത്. മൊസറല്ല ചീസ് ആണെങ്കിൽ നമുക്കത് മുകളിലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇതിപ്പോൾ ചീസ് സ്ലൈസ് ആയതുകൊണ്ട് ഞാനിതിൽ ഒടിച്ചാണ് വെക്കുന്നത്. ഇതുപോലെ സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒലിവും കൂടെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ഒലിവാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ബ്ലാക്കോ ഗ്രീനോ ഏതായാലും മതി. ഒലിവ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒറിഗാനോയും കൂടെ കുറച്ച് വിതറി കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒറിഗാനോ ആണ്. ഒരു ഇറ്റാലിയൻ സ്പൈസാണ് ഒറിഗാനോ. പിസ്സയ്ക്ക് വളരെ ടേസ്റ്റാണ്. ഇത് നല്ല ഡൊമിനോസ് പിസ്സയുടെ ടേസ്റ്റ് കിട്ടും നമുക്ക് ഒറിഗാനോ ചേർത്താൽ. ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഓവനിൽ വെക്കാൻ പോവുകയാണ്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ പിസ്സ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ഡൊമിനോസ് പിസ്സയുടെ അതേ ടേസ്റ്റിൽ കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.